ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 നിലപാടുകളിലൂടെ നിന്റെ ഇഷ്ടം സ്വന്തമാക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അമ്മ ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. എങ്ങനെയാണ് നമ്മളെ തന്നെ ദൈവത്തിനെ ഇഷ്ടപ്പെടുത്തി എടുക്കുന്നത് അല്ലേ? എങ്ങനെയുള്ളവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്? അത് അറിഞ്ഞാൽ വിഷയം തീർന്നില്ലേ? ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 30:18 അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ഔദാര്യമാണ് കേട്ടാ, അവകാശമല്ല. അതായത് യെശയ്യാ 30:18 എന്താണ്? നിന്നോട് നിന്റെ അവകാശം തരാൻ വേണ്ടിയല്ല, നിന്നോട് ഔദാര്യം കാണിക്കാൻ എന്ന് പറഞ്ഞേ. നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇതാണ് ഈ അനുഗ്രഹം മുഴുവൻ ആൾക്കാർ വാങ്ങിക്കുന്നതിന്റെ കാരണം. ഇതാണ് എന്റെ ഗുഡൻസ് എന്ന് പറയണത്. നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. Read it again, other word. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പൊ കർത്താവിന്റെ നീതിയുടെ ഉദ്ദേശം മനസ്സിലായില്ലേ? നീതിയാണെങ്കിൽ നമുക്ക് ഈ ഔദാര്യം കിട്ടേണ്ട യാതൊരു സാധ്യതയുമില്ല. നമ്മുടെ കൈയിരിപ്പൊക്കെ ഒന്ന് എണ്ണി നോക്കാനാണെങ്കിലേ പണി കിട്ടുമെന്നാണ് ഈ പറയണത്. അതുകൊണ്ട് ദൈവത്തെ തന്നെ ഉയർത്തുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയെ ദൈവം നീതിമാനാണെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെക്കാൾ ഉയർന്നില്ലേ? പക്ഷെ അങ്ങനെ ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മളോട് ഔദാര്യം കാണിക്കാനാണ്. ബൈബിൾ എന്ത് രസമാണെന്നറിയാം. കാര്യം ദൈവം നീതിമാനാണെന്ന് പറയുമ്പോഴും ദൈവം സത്യസന്ധനാണെന്ന് പറയുമ്പോഴും നമുക്കതുപോലെ അതിൻ്റെ വക്കത്ത് പോലും വരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരുണയ്ക്കും അവിടുത്തെ ഔദാര്യത്തിനും നമ്മളെ അർഹമാക്കാൻ വേണ്ടി ദൈവിക നടപടിയാണ് ദൈവം തന്നെ ഉയർത്തുന്നത്. കൈ ഇടിച്ച് കർത്താവ് നിന്നെ പോലൊരു ദൈവമില്ല. നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രം ദൈവമേ. പാടുക. അത്ഭുതമായി അത്ഭുതമാ അതിശയമാ നീ മാത്രം ദൈവമെന്നും. 30:18 വായിച്ചത്. 30:18 അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. See, this is the nucleus. അവസാനം വായിച്ചില്ലേ? എന്താണ് കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനാൽ
അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം, ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണ് കാത്തിരിക്കുന്ന കന്യകമാരെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്? വിളക്ക് തെളിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരെ കുറിച്ചാണ്. വെറുതെ കാത്തിരിക്കുന്ന കാര്യമില്ല, ഉറക്കം കാത്തിരിക്കാതുള്ള കാര്യമുണ്ട്. വിളക്ക് തെളിച്ചോണ്ട് കാത്തിരിക്കണം. ടെക്ത വെടപ്പാട് ശ്രദ്ധിക്കണോ? ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി 25:1. കന്യകമാരുടെ വിളക്കുകൾ ഏന്തിയ കന്യകമാരെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. കാത്തിരിക്കാൻ പറയുമ്പോഴേ കയ്യിൽ വിളക്കുണ്ടാവണമെന്ന് ബൈബിൾ പറയണം. വെറുതെ ചുമ്മാ ഉറക്കം തൂങ്ങി കാത്തിരിക്കാൻ പറ്റത്തില്ല, നിരുത്തരവാദപരമായിട്ട് കാത്തിരിക്കാൻ പറ്റത്തില്ല. കയ്യിൽ വിളക്കുണ്ടാകണം. വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ, ദൈവസ്നേഹത്തിൻ്റെ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന് മാത്രമല്ല, ഉടമ്പടിയിൽ കാത്തിരിപ്പെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകണം? വിശ്വാസത്തിൻ്റെ വിളക്ക്, ദൈവസ്നേഹത്തിൻ്റെ ജ്വാല, അതുപോലെ തന്നെയാണ് പ്രത്യാശയുടെ. പ്രത്യാശ ഉണ്ടെങ്കിൽ ഉറക്കം തൂങ്ങത്തില്ല അവിടെ. അതുകൊണ്ട് നിങ്ങളെ ഇടയ്ക്ക് ഉറക്കം തൂങ്ങുന്ന ആൾക്കാരില്ലേ, ഉറക്കം തൂങ്ങുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഉറക്കം തൂങ്ങാമേ എന്നും പറഞ്ഞുകൊണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്, ഉറക്കം തൂങ്ങിക്കൊള്ളാവേ എന്നും പറഞ്ഞുകൊണ്ട് നേർച്ച എന്താ വെച്ചാൽ അവർക്കറിയാം ഈ ആദ്യം 5 പത്രം എടുത്ത് കൈ പിടിക്കും, ബാക്കിയുള്ളവർ അത് ആ കൂട്ടുകാരൊക്കെ പിടിപ്പിക്കും. ആദ്യം നീ 5 കൂടെ ഉറക്കം തൂങ്ങിക്കൊള്ളാവേ എന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തേക്കാണ്. ഈ ജന്മത്തിൽ ഗതി പിടിക്കത്തില്ല. കാര്യം ഇവിടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യണത് ആരുമായിട്ടാണെന്നറിയാമോ? ഒരു പ്രായമുള്ള അപ്പൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. നിങ്ങളുടെ പേരെന്നാ? അതായത് എഡ്വിൻ തീഡോർ. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എഡ്വിൻ തീറോട് എന്താണ് അങ്ങനെയൊക്കെ എങ്ങനെ ഒരു 70 വയസ്സ് കാണുമായിരിക്കും. വയസ്സ് കൂടുതലായി പോയി പറഞ്ഞത് കൂടിയാൽ പണം മിക്കവാറും അങ്ങനെയുടെ മക്കൾ തന്നെ കൈകാര്യം ചെയ്യാൻ വരും മിക്കവാറും. നല്ല ആരോഗ്യമൊക്കെ കൊണ്ട് വിളിക്കുക, സംശയിക്കുക. പക്ഷെ പുള്ളി വന്ന് സാക്ഷ്യം എന്നറിയാവാം. എൻ്റെ മനസ്സിൽ തോന്നി ലക്ഷക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ അറിയിക്കണം, അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ 5 കെട്ട് പത്രം മേടിക്കും. എൻ്റെ മനസ്സിൽ തോന്നി ലക്ഷക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ അറിയിക്കണം, അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ 5 കെട്ട് പത്രം മേടിക്കും. എന്താ കാര്യം? പത്രം ഇങ്ങനെ ഒന്ന് മണുത്താൽ, ചില വണ്ടി കണ്ടില്ലേ പെട്രോൾ മണുത്താൽ തന്നെ ഓടുമെന്ന് പറഞ്ഞ പോലെ കൃപാസനം പത്രം കണ്ടാൽ മതി. അതല്ലേ സാത്താൻ ഇതിനെതിരെ എന്തെല്ലാം വിധത്തിലുള്ള വ്യാജാരോപണങ്ങൾ നടത്തി നശിപ്പിച്ച് കളയാൻ. നശിച്ചില്ല. കാര്യത്തിൽ ഇന്ന് ആരോപണങ്ങൾ ഉണ്ടായ കാര്യത്തേക്കാൾ എത്രയോ 10,000 ഇന്ന് അനുഭവ സാക്ഷ്യം പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ ഇപ്പം വാവിളിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും കൃപാസനത്തിലെ വാവിളിച്ച് അപ്പം തന്നെ വിശ്വാസവും അനുഭവമുള്ളവൻ താഴേക്ക് കമൻറ്റ് ചെയ്യും, അവൻ്റെ അനുഭവമുണ്ട്. കാര്യം അത് നമ്മളും ചെയ്യണം. അത് ആരെല്ലാം ദൈവിക പദ്ധതിക്ക് എതിരെ നിൽക്കണം ഒരിക്കലും സാത്താനായിരിക്കുമല്ല. അവൻ എന്നാ യുക്തിവാദി എന്താ സംഭവമാണെന്ന് പറഞ്ഞാലും ആൾ കളിക്കാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഉപദ്രവിക്കാനോ ക്രിസ്ത്യാനി ഇടയിൽ തന്നെയുള്ള മറ്റു മതസ്ഥരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയുള്ള ആൾക്കാരുണ്ട്, കൃപാസനത്തെ ഉപദ്രവിക്കുന്നവർ ഇല്ലേ? ഇപ്പം പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ അനുഭവങ്ങൾ അപ്പം നമ്മൾ പറയണം. കാര്യം പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. കാര്യം നമുക്ക് ദൈവം തന്ന അനുഭവമില്ലേ, ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ബാധ്യസ്ഥരാണ്. കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് നമ്മൾ വിശ്വാസത്തിൽ വളരണത്. 4:20 റോമ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 4:20. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ഈ എഡ്വിൻ തീഡർ എന്താ ചെയ്യണത്? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം 5 കെട്ട് പത്രം വാങ്ങിച്ചിരിക്കുകയാണ്. അത് വാങ്ങിച്ച് എന്നിട്ട് പറയുന്നത് ഞാൻ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കും, ചായക്കടയെ കൊണ്ടേ കൊടുക്കും, എവിടെയെല്ലാമാണ് കർത്താവിന് എത്തിക്കാൻ കഴിയുന്നത് അവിടെയെല്ലാം പ്രാർത്ഥനാപൂർവ്വം നടന്നുകൊണ്ടേ കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ്
ഈ 5 പത്രം മേടിച്ചതിന് ബാക്കി പത്രമെല്ലാം നാത്തൂനും ആൻറ്റിക്കൊക്കെ കൊടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങണ ആൾക്കാർ. ഉറക്കം തൂങ്ങി ഉടമ്പടിക്കാരുടെ കാര്യം പോക്കാണ് കേട്ടോ. അവളുടെ കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളെക്കാൾ ആരോഗ്യം പ്രായമുള്ള ആൾക്കാരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവത്തിനുണ്ട്. നിങ്ങളുടെ അഭ്യാസം ഒന്നും നടക്കത്തില്ല. അപ്പം മര്യാദക്ക് ശക്തമായി പ്രവർത്തിക്കാൻ വേണ്ടി കൈ കൊടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലിക ചൈതന്യം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയായി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 43:29. ഉൽപ്പത്തി 43:29. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 43:29. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു. തന്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. യാക്കോബിന്റെ ഇളയ മകനാ. അപ്പം ഏറ്റവും ഇളയ ബെഞ്ചമിൻ. ഇപ്പം ജോസഫിനെ അവർ ചട്ടന്മാരെല്ലാം കൊണ്ടുപോയി കിണറ്റിലിട്ട് കൊന്നു കളഞ്ഞില്ലേ? എന്നിട്ട് കർത്താവ് അവനെ എടുത്ത് ചാകാതെ രക്ഷപ്പെടുത്തി മിദ്യാൻകാരായ ഈ ബിസിനസ്സുകാർക്ക് കൊടുത്തിട്ട് ജോസഫിനെ ദൈവം ഈജിപ്തിൽ വളർത്തിയെടുത്തില്ലേ? ആ ജോസഫിനെ കാണാൻ ക്ഷാമകാലത്ത് സഹോദരന്മാർ ചെല്ലുമ്പോൾ ഒരാളെ കണ്ടില്ല ജോസഫ്. അയാളുടെ സഹോദര സ്നേഹം കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇനി ഒരാളുണ്ട്, അവൻ്റെ പേര് ബെഞ്ചമിനാണ്. ഞങ്ങളുടെ അപ്പൻ പ്രായമായതുകൊണ്ട് ഞങ്ങളുടെ അനിയന് നഷ്ടപ്പെട്ടത് കാരണം അവനെ അപ്പൻ സൂക്ഷിച്ചിരിക്കുകയാണ്. അവനും കൂടി നഷ്ടപ്പെട്ട അപ്പൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ് അവസാനം ബെഞ്ചമിനെ തരാതെ നിങ്ങൾക്ക് ഗോതമ്പ് തരത്തില്ലെന്ന് ജോസഫ് പറയും. ആ സഹോദരനാണേ, ഇളയാളെ കാണാനുള്ള ആഗ്രഹമാണ്. കണ്ടു കഴിയുമ്പോൾ ജോസഫിനെ കുറിച്ച് പറയണത് അവൻ കരയാനൊരു ഇടം നോക്കിയെന്ന്. അവൻ അവിടെ പ്രധാനമന്ത്രിയല്ലേ, അവന് സഹിക്കാൻ പറ്റില്ല സഹോദര സ്നേഹം കൊണ്ടേ. ഈ സഹോദര സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ തിരിച്ചങ്ങനെ നിങ്ങൾ ചെയ്യരുത്. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണരുത്. ഈ സംഭവം ഇപ്പോൾ പറഞ്ഞ് എന്താ കർത്താവ് പറഞ്ഞെന്നറിയാവോ? ജോസഫിനെ എങ്ങനെ ദൈവം സ്നേഹിച്ചു, അതാണ് വിഷയം. നമ്മുടെ സബ്ജക്റ്റ് അതാണ്. ദൈവത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ്? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് നേരത്തെ? ദൈവം എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കണത്. അത് നമ്മളെന്താ കണ്ടത്? നേരത്തെ വായിച്ചത് എന്താണ്? കർത്താവ് എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കണത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്. അതായത് അത് നമ്മളുടെ അവകാശമല്ല, ദൈവത്തിൻ്റെ ഔദാര്യമാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഏത് വചനത്തിലാണ് കണ്ടത്? യെശയ്യാ 30:18. വായിച്ചോളൂ. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പൊ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരെ. പക്ഷെ നമുക്ക് ലഭിക്കണ എന്താണ്? ഔദാര്യമാണ്, നമ്മുടെ മെരിറ്റിലല്ല. ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് എന്താണ്? നമ്മുടെ മെരിറ്റിലല്ല, പിന്നെ എന്താണ്? കർത്താവിൻ്റെ കൃപയിലാണ്. ഇപ്പോഴെന്താ ഇവിടത്തേക്ക് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, അതായത് എനിക്കിഷ്ടമുള്ളവരോട് സ്നേഹം കാണിക്കുന്നു പറഞ്ഞില്ലേ? ടേക്ക് ദാറ്റ് വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, ആരാധന. ഹല്ലേലൂയ. പുറപ്പാട് 33:19. 33:19. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. ഇതാണ് നമ്മുടെ പോയിന്റ്. എനിക്കിഷ്ടമുള്ളവനെ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. നമ്മുടെ റിസ്ക് എന്താ?
എങ്ങനെ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും, ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും. അപ്പം ബോൾ നമ്മുടെ കോർട്ടിലാണ്, നമ്മളടിക്കാൻ പറ്റത്തില്ല ഇനി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയാകാൻ കഴിയും? ക്ലിയർ അല്ലേ? എങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയായി ദൈവത്തിൻ്റെ കരുണ ആർജിക്കാൻ കഴിയും? അതാണ് ചോദ്യം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള വ്യക്തിയായി ജോസഫ് മാറിയത്? അതാണ് അതിൻ്റെ ഉത്തരം. എന്താണത്? പുറപ്പാട് 43:29. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അതുള്ള തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു. തന്റെ അമ്മയുടെ മകൻ റാഹേലിന്റെ മകനാണ്. 2 മക്കളാണ്, ലെയായും റാഹേലും, 2 ഭാര്യമാർ. അപ്പം സ്വന്തം അമ്മയുടെ മകൻ എന്ന് പറയുമ്പോൾ സ്വന്തം രക്തമാണ് അത് പറയണം. അതാണ് തൻ്റെ ബൈബിൾ പറയുന്നത്, എൻ്റെ അമ്മയുടെ മകൻ. അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. അപ്പോൾ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റെടുക്കുന്ന ജോസഫിനോട് ദൈവം കാണിച്ച കരുണ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജോസഫിൻ്റെ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലുമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് ആരോടാ പറയണത്? ഈ സഹോദരന്മാരോട് പറയുകയാണ്. ഈ സഹോദരന്മാർ എന്താ ചെയ്തത്? ജോസഫിനെ കുഞ്ഞുനാളിൽ ജോസഫിനെ കിണറ്റി ഇട്ട് കൊല്ലാൻ നോക്കി പാർട്ടിയാണ്. എന്നിട്ട് വിറ്റ് കാശ് വാങ്ങിച്ച് 20 വെള്ളിക്കാശ് മേടിച്ച്, അല്ലേ? ആ ആൾക്കാരോട് ജോസഫ് ക്ഷമിക്കുക. മനസ്സിലായ? കരുണ കാണിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങളെ വേദനിപ്പിച്ചവരെ, നിങ്ങളുടെ വസ്തു പിടിച്ചു വച്ചിരിക്കുന്നവരെ, നിങ്ങളെ അപമാനിച്ചവരെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരെ, നിങ്ങളെ ഇന്നും വഴിയെ കൊണ്ടു നടന്ന് കളിയാക്കുന്നവരെ, നിങ്ങളെ കല്യാണത്തിന് അടിയത്തിന് വിളിക്കാത്തവരെ, നിങ്ങളെ മാറ്റി നിർത്തുന്നവരെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ ഉടമ്പടിയുടെ ദൈവം എൻ്റെ ദൈവവേദനെ തൻ്റെ മക്കളോട് കരുണ കാണിക്കുമെന്ന് കൽപ്പിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവില്ലേ? എല്ലാവരും എഴുന്നേൽക്കുക. മക്കളെ, നമ്മളുടെ ഒരു ധ്യാനം കേട്ടു പോണവരാകരുത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ താക്കോലിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഹൗ ഇറ്റ് വർക്ക്സ് എന്ന്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് തിയറിയാണ്, കുറച്ച് ഫോർമുല തരികയാണ്. നിങ്ങളത് കൊണ്ടുപോയി പരീക്ഷാശാലയിൽ സൊല്യൂഷൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സെക്കൻഡ് ഗ്രൂപ്പുകാരൊക്കെ നോക്കത്തില്ലേ, അതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഉടമ്പടിയുടെ രീതി എന്ന് വെച്ചാൽ ഒരു തിയറട്ടിക്കൽ ലെവലിൽ ഒരു വിശ്വാസം നിലവാരം കീപ്പ് ചെയ്യണമല്ല. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ബിബ്ലിക്കൽ ഫോർമുലാസ് നൽകും. അത് പകുതി മുക്കാലും എൻ്റെ അനുഭവത്തിലുള്ളതാണ് ഞാൻ എടുക്കത്തുള്ളൂ. കാര്യം നിങ്ങൾക്കത് ബോധ്യം കിട്ടാനും അത് സത്യമാണെന്ന് അറിയാനും. അല്ലെങ്കിൽ ഞാൻ ബൈബിൾ അങ്ങനെ പറയാണ്ട് ഞാൻ നിങ്ങളോട് പറയണമല്ല. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ തിയറിയുടെ കാര്യക്ഷമത പരിശോധിച്ചിട്ടുള്ളതാണ് നേരത്തെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ബൈബിൾ മെക്കാനിസമാണ് നമ്മൾ നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഉടമ്പടി പ്രകാരം അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പ്രചാരകരായി മാറിയാൽ ദൈവം നിങ്ങൾ ഒരു ഓൺ ചെയ്യും, സ്വന്തമായിട്ട് ഓൺ ചെയ്യും. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ ചന്ദ്രയാനൊക്കെ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയല്ലേ, അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ഈ പ്രാവശ്യം കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ചന്ദ്രയുടെ സൗത്ത് സോണിൽ പോയി സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാൻ നിങ്ങൾ കൈകളെത്തി ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ചന്ദ്രയാനെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രത്തെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രന്മാരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഒരു അപകടവുമില്ലാതെ സോഫ്റ്റായിട്ട്
ലാൻഡ് ചെയ്യുകയും ഞങ്ങളുടെ രാജ്യം അതിലൂടെ വലിയ മേൽക്കൈ നേടാനും മനുഷ്യരാശിക്ക് അത് വലിയ സംഭാവന ഉണ്ടാകുവാനും ദൈവത്തിന്റെ രഹസ്യങ്ങള് അവിടെ നിന്ന് നൽകിയ ബുദ്ധിയുടെ വെളിച്ചത്തിൽ കണ്ടുപിടിക്കുന്നതിലൂടെ മനുഷ്യനെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ ശക്തിയുടെ ഉപകരണങ്ങളായി മാറാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഓരോരുത്തരും അവരുടെ ശിരസിലെ 2 കൈകളും വെച്ച് ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലുക. സ്വരത്തിൽ ചെല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മക്കളെ, കൈകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെ ചെയ്യണമേ, എപ്പോൾ വേണമെങ്കിലും ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 34 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, മഹാമാരികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. നിന്നെപ്പോലൊരു ദൈവമില്ല. മക്കളുടെ കൈകളെടുത്ത് കൈകൾ കൂപ്പി നിൽക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, കർത്താവ് നമുക്ക് എത്രയോ വാക്കുകൾ, എത്രയോ ജീവിതത്തിൻ്റെ ആഹാരമാണ് നൽകിയത്. ആത്മീയാഹാരം. ഓരോ വിഷയത്തിനും കർത്താവ് നമുക്ക് മറുപടി നൽകി. കർത്താവിൻ്റെ വലിയ മഹത്വം കൂടാരത്തിൻ്റെ മേൽ മേഘങ്ങൾ പോലെ തങ്ങി നിൽക്കുന്ന ദൈവിക സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മളെ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഇത് ആര് കേട്ടാലും എപ്പോൾ കേട്ടാലും ഇതേ അനുഭവമായിരിക്കാം. കർത്താവെ, അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിന്റെ തിരുമുറിവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, നിന്റെ മുഴുക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ തീർത്ഥാടനത്തിലും അനേക രാജ്യങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ കരുണ അവരിലേക്ക് നിറഞ്ഞു വസിക്കുകയും ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത മഹാരുമാരികള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവം ഇല്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമൻ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് കൈവെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും കാലദേശഭേദമില്ലാതെ ഈ പ്രാർത്ഥന എപ്പോൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയ മാത്രം മതിയാകും. എവിടെയൊക്കെയാണ് രോഗം അവിടെയെല്ലാം കൈകൾ വെക്കണം. എന്നിട്ട് പറയണം, ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ്, ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ്. കൃപാസനം അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥതയിലാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ്, നാമത്തിലാണ്, യേശുവിന്റെ നാമത്തിലാണ് സകല വിശുദ്ധരെയും സാക്ഷി നിർത്തി, സകല വിശുദ്ധരെയും സാക്ഷി എന്റെ നിർത്തി രോഗമുള്ളിടത്ത്, എന്റെ രോഗമുള്ളിടത്ത് ഞാൻ കൈവെക്കുന്നത്, ഞാൻ കൈവയ്ക്കുന്നത്. എന്റെ ബന്ധുക്കള്, എന്റെ ബന്ധുക്കള്, കൂടപ്പിറപ്പുമാര്, അവരുടെ രോഗത്തിന് വേണ്ടി, അവരുടെ രോഗത്തിന് വേണ്ടി, അവരുടെ രോഗസ്ഥാനം, അവരുടെ രോഗസ്ഥാനം ശരീരത്തില്, എന്റെ ശരീരത്തിൽ സങ്കൽപ്പിച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ നാമത്തില് ഞാൻ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തില് സ്തുതിക്കുമ്പോൾ ഈ നിമിഷം അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ എന്നിൽ നിന്നും അവരിൽ നിന്നും ക്ലേശങ്ങള്, ബാധകള്, രോഗങ്ങള്, ബന്ധനങ്ങള് മാറട്ടെ. നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ നിറക്കോ ശ്വാസം കൊണ്ടലും എന്റെ സഹോദരങ്ങളുടെ കിഡ്നി രോഗങ്ങളും കരള് രോഗങ്ങളും വിശപ്പ് രോഗങ്ങളും സോറിയാസിസ് രോഗങ്ങളും ബൊട്ടിലോസ് രോഗങ്ങളും കർത്താവേ ക്യാൻസർ രോഗങ്ങളും ഉച്ച മുതൽ ഉള്ളംകാലം വരെ യേശുവിന്റെ നാമത്തില്, ഉച്ച മുതൽ ഉള്ളംകാലം വരെ യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. ആരാധന. വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. മക്കളെ, ഇപ്പോഴും പ്രാർത്ഥിക്കണം. ഈശോ നമ്മൾ ഈ ധ്യാനം തുടങ്ങിയപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞത്? Help those who have kind of troubles. ഓരോ തരത്തിൽ ബന്ധം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. ആ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. എല്ലാ ബന്ധങ്ങളും ആശ്വസിപ്പിക്കപ്പെടണം. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉടമ്പടി ഇങ്ങനെ കത്തിപ്പടരാൻ കാര്യം? എന്തുകൊണ്ടാണ് 10,000 സാക്ഷിതകം പറഞ്ഞു മാറിയത്? ഒറ്റ കാര്യമുള്ള ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റാണ്. 2 കൊരിന്ത്യർ 1:4 എല്ലാ തരത്തിലും ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. ആ ദൈവത്തിൻ്റെ മനസ്സാണ് അമ്മ തിരിച്ചറിഞ്ഞത്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സെന്താണ്? എല്ലാ തരത്തിലും ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ മനസ്സ്.
ഈ മനസ്സ് തിരിച്ചറിഞ്ഞത് ആരാണ്? അമ്മയാണ്. ഒരു വീട്ടിൽ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയാൽ എന്ത് വ്യതയുണ്ടാകും ആ കുടുംബനാഥനെന്ന് അമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്ന കൈയിട്ടിച്ച് കർത്താവ്. യേശുവേ ആരാധന. ഞങ്ങൾക്ക് അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഈ മനുഷ്യരാശിയുടെ 2 കൊരിന്ത്യസ് 1:4 പറയുന്ന വ്യതകള് മനുഷ്യരാശിയുടെ മുഴുവൻ വ്യതകളെയാണ് ക്രിസ്തുവിനെ കൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ക്രിസ്തുവിനെ കൊണ്ട് അഭിസംബോധന ചെയ്യിക്കുമ്പോൾ ആ അഭിസംബോധനയുടെ ഈ ലോകത്ത് ഈ പുതിയ കാലത്തെ ചരിത്രമാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ അടയാളങ്ങൾ നൽകി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൈ അടിച്ചുകൊണ്ട് കർത്താവ്. മരിയൻ ഉടമ്പടി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ വ്യതകളെയുമാണ്. വഴിയില്ലാത്തവരുണ്ട്, വീട് ഇല്ലാത്തവരുണ്ട്, വീടും വഴിയും സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, മക്കൾ തുറന്നടപ്പുകാരുണ്ട്, മക്കളെ ലഹരിക്ക് അടിപ്പെട്ടവരുണ്ട്, മക്കൾ ജയിലിലായിപ്പോയവരുണ്ട്, മക്കൾ വിദേശത്തായിട്ട് ആരും മറുപടി ഇല്ലാത്തവരുണ്ട്, മരുമക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു പിടിയും ഇല്ലാത്തവരുണ്ട്, കേസ് കൊടുത്തവരുണ്ട്, ജപ്തി നടപടി നടക്കാൻ പോകുന്നവരുണ്ട്, ലേലത്തിൽ വെച്ചിരിക്കുന്നവരുണ്ട്. എല്ലാ വിധകളെയും അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇപ്പോഴ് ദിവ്യകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അഭിസംബോധന ചെയ്യണമേ. കർത്താവിനോട് പറയണമേ, ഞങ്ങൾക്ക് വേണ്ടി കരുണ, ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി നൽകണമേ. ശ്രദ്ധിക്കട്ടെ. സ്വർഗീയം പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാനം പേടകമേ, സ്വർഗീയം പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ. എല്ലാവരും മുട്ടി നിൽക്കുക. സ്വർണം പോലെ വിലയുള്ള നിമിഷങ്ങളാണ്. ഈ സമയത്ത് മൗന പ്രാർത്ഥനയാണ്. എൻ്റെ മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിനോ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക.
ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതയാണ് നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയെന്ന് ഇന്ന് ആരാധനയിലൂടെ വെളിപ്പെട്ട സന്ദേശമനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന. ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.